ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മോട്ടോർ സി ഡ്രൈവ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫിയസ്റ്റ 2 ലക്ഷം കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എഞ്ചിൻ്റെ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഓയിൽ ക്യാപ്പ് തുറന്നിട്ട് ആ എഞ്ചിനകത്ത് സ്ലെഡ്ജൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചത്. എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് എൻ്റെ 2 ലക്ഷം കഴിഞ്ഞ എഞ്ചിൻ ഇരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് കുറേ കമൻസുകൾ വന്നു. അതിനകത്ത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടൊരു കമൻ്റ് എന്ന് വെച്ചാൽ, ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരിക്കുന്നത്, ചേട്ടാ ഇത് ഫോർഡല്ലേ, ഇതിൻ്റെ എഞ്ചിൻ്റെ പണിയൊക്കെ തീർന്നു കാണും, ടൊയോട്ട ആണെങ്കിൽ അടിപൊളിയായെന്നൊരു കമൻറ്റ് വന്നു. സോ ഇത് ഫോർഡിൻ്റെ എഞ്ചിനാണെന്ന് നമുക്ക് പറയാം. ഫോർഡ് DLD4 എന്ന് പറഞ്ഞ എഞ്ചിൻ. ഇത് ഫോർഡും പ്യൂഷോയും കൂടെ ചേർന്ന് നിർമ്മിച്ചൊരു എഞ്ചിനാണ്. ഫോർഡ് ഓഫ് ലണ്ടൻ ആൻഡ് പ്യൂഷോ സിട്രോൺ എല്ലാം കൂടെ ചേർന്ന് നിർമ്മിച്ചൊരു എഞ്ചിനാണ്. സിട്രോൺ അല്ലെ പ്യൂഷോയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. അവന്മാരാണ് ഡീസൽ നമ്പർ 1 ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയേണ്ടത്. കാരണം പണ്ടിറങ്ങിയ സെന്നിൻ്റെ എഞ്ചിൻ തൊട്ട് എല്ലാ എഞ്ചിനുകളും സ്മോൾ എഞ്ചിൻസ് ആണ് കേട്ടോ. ടൊയോട്ടയൊക്കെ ഹൈ എൻഡ് എഞ്ചിനിലോട്ട് പോയപ്പോഴത്തേക്കും ഇവന്മാർ സ്മോൾ എഞ്ചിനിൽ നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് പ്യൂഷോയ്ക്കും സിട്രോണും മാത്രമായിരുന്നു. സോ ഫോർഡും ഇവരും കൂടെ ചേർന്ന് നിർമ്മിച്ച എഞ്ചിനാണ്. പ്ലസ് ഇതൊരു അൺറിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണെന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും അല്ല. 68 bhp മാത്രമേ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്റർകൂളർ ഇല്ല. ഇന്റർകൂളർ ഇല്ലാത്തതുകൊണ്ട് ഇതിന് മറ്റേ ഓയിൽ മിക്സിങ്, വാട്ടർ ഓയിൽ മിക്സിങ് എന്ന് പറയുന്ന കംപ്ലൈൻറ്റ് ഇല്ല. മറ്റ് പല എഞ്ചിനുകൾ മൾട്ടിജെറ്റിനൊക്കെ ആ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. പ്ലസ് ഇത് 68 bhp ഫോർഡിൻ്റെ സീരീസിൽ മാത്രമാണ് ഇത്രയും പവർ കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ള സിട്രോണിൻ്റെ പ്യൂഷോയുടെയൊക്കെ എഞ്ചിനകത്ത് വെറും 55 bhp ഒക്കെയാണ് ഈ എഞ്ചിന് പവർ റേറ്റഡ് കൊടുത്തേക്കുന്നത്. സോ അതൊരു പ്രശ്നമല്ല. അത് അല്ലെങ്കിൽ എഞ്ചിൻ ഒട്ടും സ്ട്രെസ്ഡ് ആവുന്നില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് കുഴപ്പമില്ലാത്തൊരു എഞ്ചിനാണ് ഈ ഫോർഡിൻ്റെ DLD4. എന്നാൽ ഈ എഞ്ചിൻ ടൊയോട്ടക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. ടൊയോട്ട നമ്മൾ എപ്പോഴും പറയാം, ടൊയോട്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്വാളിറ്റി. ടൊയോട്ട ഒരിക്കലും അവരുടെ ബ്രാൻഡിനെ തകർക്കുന്ന ഒരു സംഭവം ഇതുവരെ ചെയ്യത്തുമില്ല. കാരണം അവന്മാരുടെ ഫസ്റ്റ് വേർഡ് ക്വാളിറ്റിയാണ്. ടൊയോട്ട ഐഗോ എന്ന് പറയുന്ന കാറുണ്ട്, 2001 തൊട്ട് ഇറക്കിയ ടൊയോട്ട ഐഗോയ്ക്കകത്തിരിക്കുന്നതും ഈ സെയിം എഞ്ചിനാണ്. അതിനും പവർ 55 bhp ഉള്ളൂ. പക്ഷേ ഈ സെയിം ഫോർഡ് പ്യൂഷോ സിട്രോൺ ഡിസൈൻ ചെയ്ത ഈ സെയിം എഞ്ചിനാണ് ടൊയോട്ട ഐഗോയ്ക്കകത്തിരിക്കുന്നത്. അപ്പോൾ ടൊയോട്ട വരെ ഈ എഞ്ചിൻ അവരുടെ കാറുകളിൽ വെച്ച് വിടണമെങ്കിൽ ഈ എഞ്ചിൻ റിലയബിൾ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പറയാം. ഫോർഡ് പോട്ടെ, ടൊയോട്ട ഒരിക്കലും അവരുടെ ബ്രാൻഡിന്റെ റിലയബിലിറ്റി വെച്ച് കളിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഐഗോയ്ക്കകത്ത് 2010 വരെ ഈ സെയിം മോഡൽ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോഷിന്റെ ചില മാറ്റങ്ങളുള്ള എഞ്ചിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും 2010 വരെ സെയിം സീമൻസിന്റെ ഇഞ്ചക്ടർ എല്ലാമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ വ്യത്യാസം വെച്ചാൽ പവർ കുറവാണ് ടൊയോട്ടയുടെ മോഡലിന്. 55 bhp പവർ ഉള്ളൂ, ഫോർഡിന്റെ 68 bhp പവർ ഉണ്ട്. ആ ഒരു വ്യത്യാസമുണ്ട്. അത് ചിലപ്പോൾ എഞ്ചിന്റെ തേയ്മാനം കൂട്ടിയേക്കാം. എന്നാലും ഓൾമോസ്റ്റ് എഞ്ചിൻ റിലയബിൾ ആയതുകൊണ്ട് തന്നെയാണ് ടൊയോട്ടയുടെ അവരുടെ കാറുകളിൽ